മുംബൈയിലെ 7 തീവണ്ടികളിലായി സ്ഫോടനം നടത്തി 187 പേരെ കൊന്ന സംഭവം. ഇസ്ലാമിക തീവ്രവാദികളാണ്. 2006 ജൂലൈ 11. 187 പേര് കൊല്ലപ്പെട്ടു, 827 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. ആ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുൾപ്പെടെ എല്ലാവരെയും വിട്ടയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. എന്തായിരിക്കും അതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ഇതൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ KT ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിൽ 4 പേര് തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നു. അതിൽ 3 പേര് സുപ്രീം കോടതി വെറുതെ വിട്ടു. ഒരാളുടെ ശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. അപ്പോൾ താഴെ ഹൈക്കോടതിയും സെഷൻസ് കോടതിയും കാണിച്ച് ശുദ്ധ മണ്ടത്തരമായിരുന്നു. ദേ ഡോണ്ട് നോ ഹൗ ടു അപ്രീഷിയേറ്റ് എവിഡൻസ് എന്നാണല്ലോ ഇതിനർത്ഥം. പക്ഷേ ഇതിങ്ങനെ സംഭവിക്കാറുണ്ട് ജുഡീഷ്യറിയിൽ. പക്ഷേ അതിൻ്റെ ഗ്രാവിറ്റി വ്യത്യാസമില്ല. അതൊരു ഇൻഡിവിജ്വലിനെ കൊന്നതാണ്. ഇതൊരു തീവ്രവാദ ആക്രമണമാണ്. ഗ്രാവിറ്റി എന്താണെങ്കിലും കോടതികൾ തെളിവിൻ്റെ പുറത്താണ് പോകുന്നത്. തെളിവ് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനകത്ത് ആ കോടതിയുടെ ഒരു മൈൻഡുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ 189 പേര് മരിച്ചു. കോടതി പറഞ്ഞു ഇവരെ 3ാം മുറ ഉപയോഗിച്ചു ഇവർക്കെതിരെ. ശരി, 3ാം മുറ ഉപയോഗിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ കുറ്റവാളിയല്ലാതൊന്നും ആകുന്നില്ല. 3ാം മുറ ഉപയോഗിക്കരുത്, അത് പോലീസിൻ്റെ ഒരു അത്യാചാരം എന്ന് പറയാം. ഇപ്പം ഞാനൊരു കൊലപാതകം ചെയ്തു, എന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് പോലീസുകാർ 2 ഇടിയും തന്നു. അവരുടെ ഇടി എനിക്ക് കൊണ്ടുവന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു. അതിൻ്റെ പേരിൽ പോലീസിനെ ശാസിക്കാമൊക്കെ ചെയ്യാം. അപ്പോഴും ഞാൻ കൊലയാളി തന്നെയാണ്. അല്ലാതെ ആ ഇടി കിട്ടിയതോടെ ഞാൻ വിശുദ്ധനാകുന്നു ഇല്ലല്ലോ. കോടതി എഴുതിയിരിക്കുന്നത് മോശമായിപ്പോയി, ഇവരെ തല്ലിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. പിന്നെ ചില സാക്ഷികളൊക്കെ അവർ 4-5 മാസം മിണ്ടാതിരുന്നിട്ട് ടാക്സി ഡ്രൈവർമാരൊക്കെ 100 ദിവസം കഴിഞ്ഞിട്ടാണ്. അതൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്ന അസ്വാഭാവികമാണ് എന്നൊരു കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് കോടതിയെ തെറ്റ് പറയാൻ പറ്റില്ല. അതേസമയം ഇതൊക്കെ പറയാനൊരു ധൈര്യം വേണ്ടേ മനുഷ്യന്. കാരണം ഈ കക്ഷികളൊക്കെ മുംബൈയിൽ തന്നെ ഉണ്ട്. ഏത് ഗലിയിൽ എവിടെയാണ് ഇവനോ ഇവൻ്റെ ഏജൻറ്റോ ഒളിച്ചിരിക്കുന്നു അറിഞ്ഞുകൂടാ. ഇവനെതിരെ ഞാൻ സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ബോംബെയിൽ തെരുവിലിട്ട് എന്നെ കൊന്നു കഴിഞ്ഞാൽ ചത്തുപോകും ഞാൻ. അത്ര ഭീതിതമായ അന്തരീക്ഷമാണ് പണ്ടും ഇന്നും മുംബൈയിൽ. ഈ ഗുണ്ട ഗ്യാങ്ങിനെയൊക്കെ ആരും കാണുന്നില്ല. അതുകൊണ്ടാണ് സാധാരണ നമ്മളെപ്പോലുള്ളവരെ ഗുണ്ടകളും അവർ തീവ്രവാദികളും ഒന്നും വകവയ്ക്കാറില്ല. ഇപ്പോൾ ഏതെങ്കിലും കോട്ടയെന്ന് വിചാരിക്കും. ബട്ട് അവരുമായിട്ട് ഏറ്റുമുട്ടി നോക്ക്, അവർ കുടുംബം കുളം കോരും. അപ്പോൾ അത്രയ്ക്ക് പേടിയുള്ള ആൾക്കാർ. ടാക്സി ഡ്രൈവറെയൊക്കെ ട്രേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അവർ മൊഴി തരാൻ ഭയക്കും. തരാൻ താമസിച്ചു, അല്ലെങ്കിൽ അതിൽ നീല എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ കടുന്നീല നിറം എന്നാക്കി മാറ്റി എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ അത് അങ്ങനെയും വ്യാഖ്യാനിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വ്യാഖ്യാനിച്ചാണ് ഇത് തീർത്തിരിക്കുന്നത്. ഇത് ഇത്രയും ലേറ്റായി, ഇപ്പോൾ 19 വർഷമായല്ലോ. അപ്പോൾ ഈ പ്രോസിക്യൂട്ടറെ എത്ര തവണ മാറിക്കാണും ഇതിനിടയ്ക്ക്? സെഷൻസിലെ പ്രോസിക്യൂട്ടർ ഹൈക്കോടതിയിലെ പ്രോസിക്യൂട്ടറെ അസിസ്റ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. കാരണം സെഷൻസിലുള്ള ആളിനെ ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാവുള്ളൂ. അയാളാണ് ഫുൾ ഡീറ്റെയിൽ പഠിക്കുന്നത് പോലീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ. ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് വേറൊരു വക്കീലാണ്. അവിടെ നിയമപ്രശ്നങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ എവിഡൻസിലേക്ക് പോകുന്നത് ആ ഒരു സാമർഥ്യമല്ല ഹൈക്കോടതി വക്കീലിനുള്ളത്. അതുകൊണ്ട് ലോവർ കോർട്ടിൽ ആരാണോ പ്രോസിക്യൂട്ടറായിരുന്നത് അയാളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വിളിക്കും. നമ്മളുടെ സൗമ്യ ഗോവിന്ദച്ചാമി കേസിലില്ലേ, അതാണ് സംഭവിച്ചത്. ആ പ്രോസിക്യൂട്ടർ സുരേശൻ, ഇദ്ദേഹം സുപ്രീം കോടതിയിൽ സഹായിക്കാൻ പോയില്ല. കാരണം ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ കിട്ടുകയില്ല എന്ന് അങ്ങേർക്കറിയാം. കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും കുറേയധികം മാധ്യമ ശ്രദ്ധയും സംഗതിയൊക്കെ കൊണ്ട് ഓവർലുക്ക് ചെയ്ത പോയിൻറ്റ്സ് ഉണ്ടെന്നും ആ പോയിൻറ്റ്സ് സുപ്രീം കോടതിയിൽ പിടിക്കപ്പെടും എന്നും അദ്ദേഹം സംശയിച്ച് കാണണം. ഏതായാലും ഇറ്റ് ഈസ് എ റെക്കോർഡഡ് തിങ് ദാറ്റ് സുരേഷൻ ഡിഡ് നോട്ട് അസിസ്റ്റ് ദ സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്. അപ്പോൾ ഇതുപോലെ ഈ അസിസ്റ്റൻസ് ഇല്ലാതെ പോവുക, അല്ലെങ്കിൽ
താമസിച്ചതോടെ ഏതെങ്കിലും പ്രോസിക്യൂട്ടർ മരിച്ചു അത് ഇത് ഇത്രയും ഇത്രയധികം സാക്ഷികളൊക്കെയുള്ള കേസിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൈക്കോടതിയുടെ തീരുമാനം ഇങ്ങനെ വരും. അല്ല, അപ്പോൾ അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഘടകം ഇതിനകത്തില്ലേ? ഉണ്ട്. അപ്പോൾ കേസ് നടത്തിപ്പ് മുതൽ ഇപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു സാക്ഷി ബോംബെയിലെ ഒരു ടാക്സി ഡ്രൈവർ, അയാൾ മൊഴി കൊടുക്കാൻ വൈകുന്നത് ഭയന്നിട്ടായിരിക്കും. ഇത് കോടതി മനസ്സിലാക്കണ്ടേ? കോടതിയുടെ മുമ്പിൽ ഈ പോയിന്റ് കൊണ്ടുവരണം. അപ്പോഴേ കോടതിക്ക് അത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കോടതി ഇത് ലേറ്റ് ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ വക്കീലും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ വൈ ദിസ് ഈസ് ലേറ്റ് ചോദിക്കുന്നു, ഇയാളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ കോടതി പിന്നെ പ്രസ്യൂം ചെയ്യും. ഇപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയൊക്കെയാണ് ഈ കേസുകൾ. പക്ഷേ ഇത്തരം കേസുകൾ വിട്ടുപോകുമ്പോൾ ഉള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നതെന്നറിയോ? കണ്ടില്ലേ, നിരപരാധികളെ കേസിൽ കുടുക്കി അവസാനം കോടതിയിലൂടെ നീതിപീഠം രക്ഷിച്ചു. ഇതാണ് ഇന്ത്യയിൽ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം പീഡനമാണ്. അതുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് കോടതികൾക്ക് അങ്ങനെയൊക്കെ പറയുമല്ലോ, എന്നാൽ പിന്നെ ഇപ്പുറത്ത് കയറി വിധിക്കാം എന്ന് പറയാൻ പറ്റില്ല. ശരിയാണ്. കോടതിക്ക് നാളെ സോഷ്യൽ മീഡിയയിൽ എന്ത് വരും എന്ന് നോക്കിയിട്ട് വിധി പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ആകെ ഇതിന് പരിഹാരമുള്ളത് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയിട്ട് ആദ്യം മുതൽ കേസ് പഠിച്ച് തയ്യാറായിട്ട് സകല പഴുതും അടച്ച് വാദിക്കാൻ. ഇനിയിപ്പോൾ പുതിയ തെളിവൊന്നും കൊടുക്കാൻ പറ്റില്ല, ആകെ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെയ്യാവുന്നത് ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾ എന്തുകൊണ്ട് തെറ്റ് എന്ന് പോയിന്റ് 1, പോയിന്റ് 2, പോയിന്റ് 3 ആയിട്ട് സുപ്രീം കോടതിയിൽ വാദിച്ച് സംസ്ഥാന സർക്കാർ ഇത് ചെയ്യണം. അതിന് ചിലപ്പോൾ അടുത്ത 10 വർഷം എടുത്തുനിന്ന് വരും. അപ്പോഴത്തേക്ക് ഈ പ്രതികളിൽ പലരും മരിച്ചു പോകും. ഇപ്പോൾ തന്നെ ഒരാൾ മരിച്ചു. അതിനകത്തൊരു ശ്രദ്ധേയമായ കാര്യം, ജൂലൈ 11, 2006 7 തീവണ്ടികളിൽ 11 മിനിറ്റിനുള്ളിലാണ് ഈ സ്ഫോടനങ്ങളാകെ നടന്നത്. എല്ലാം പ്ലാൻഡ് ആയിരുന്നു. ഏറ്റവും തിരക്കുള്ള ലോക്കൽ ട്രെയിനുകൾ തിരഞ്ഞെടുപ്പിച്ചാണ് സ്ഫോടനം നടത്തിയത്. സുനിലെ, നമ്മുടെ നാട്ടിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ വീഴ്ച വരുത്തി പോലീസുകാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കേസ് നേരെ ചൊവ്വേ വാദിച്ചില്ല, കേസ് തോറ്റു, പ്രോസിക്യൂട്ടർക്ക് വല്ല ശിക്ഷയുണ്ടോ? ഇല്ല. കേസ് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരുന്നു, 3-4 വർഷം വെച്ചു. അപ്പോഴത്തേക്ക് സാക്ഷികൾക്ക് ഇത് ഓർമ്മ പോലും, മനുഷ്യനല്ലേ, ഇതൊക്കെ മറന്നുപോകും. ചുവന്ന ഷർട്ടിട്ട ഒരാളെ നിങ്ങൾ കണ്ടോ? എനിക്ക് ഓർമ്മയില്ല. കണ്ടു നിങ്ങൾ പോലീസിൽ ആദ്യം മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം അത് തന്നെയാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. സാക്ഷിയെ ഹോസ്റ്റലായിട്ട് കഴിയും. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോയത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ജഡ്ജിക്ക് എന്തെങ്കിലും ദോഷം വരുമോ? അതൊന്നുമില്ല. വേർ ഈസ് ദ അക്കൗണ്ടബിലിറ്റി? 189 എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. 187 എന്ന് പത്രത്തിൽ കാണുന്നു. 189 ആൾക്കാരുടെ ജീവന് ആർക്കും ഉത്തരവാദിത്തമില്ല. ജുഡീഷ്യറിക്കില്ല, പ്രോസിക്യൂഷനില്ല, പോലീസിനില്ല, നാട്ടുകാർക്കുമില്ല. അല്ല, മരിച്ചവർ മരിച്ചുപോയി. ഈ ഗുരുതരമായി പരിക്കേറ്റ് ഇന്ന് ജീവച്ഛമായി ജീവിക്കുന്ന 827 പേരുണ്ട്. അതിന് നമ്മളൊരു സഹായധനം പ്രഖ്യാപിക്കും. ആ സഹായധനം ഈ ജന്മം കിട്ടുകയില്ല. ഇപ്പം ഈ ഒരുപാട് അപകടങ്ങളിൽ ഒരുപാട് സഹായധനം പ്രഖ്യാപിക്കുന്നില്ലേ? അതൊന്നും കിട്ടില്ല. അത് പത്രത്തിൽ വന്നു കഴിഞ്ഞു. ഇയാൾ വില്ലേജ് ഓഫീസിൽ പോയി ചോദിക്കും, ഇവിടെ കടലാസ് തനിക്ക് കാശ് തരാൻ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാണ്? തഹസിൽദാരോട് ചോദിച്ചു. തഹസിൽദാർ വരും, എന്ത് മനോരമ പത്രത്തിൽ ഞാനും വായിച്ചു, തനിക്ക് 2 ലക്ഷം രൂപ മന്ത്രി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. എനിക്കൊരു ഉത്തരവ് കിട്ടിയാലേ എനിക്ക് കാശ് തരാൻ പറ്റുള്ളൂ. മാത്രമല്ല ഉത്തരവും കിട്ടണം, കാശും കിട്ടണം. ഉത്തരവ് മാത്രം തന്നാൽ പോരാ, തഹസിൽദാരുടെ കാശൊന്നുമില്ല. താൻ ഒരു കാര്യം ചെയ്യും, ജില്ലാ കളക്ടർക്ക് ഒരു അപേക്ഷ കൊടുക്കും. ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുക്കും. ജില്ലാ കളക്ടർ അപേക്ഷയിന്മേൽ ഇത്ര ദിവസത്തിനകം തീർപ്പാക്കണം എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടോ? ഇല്ല. ഗവർണർ 3 മാസത്തിനകം പ്രസിഡൻ്റൊക്കെ ഒപ്പിടണമെന്ന് പറഞ്ഞ വകുപ്പുണ്ട്. ജില്ലാ കളക്ടർക്കും തഹസിൽദാരൊന്നും ഒരു വകുപ്പുമില്ല. തീരുമാനം എടുത്തില്ല. ജില്ലാ കളക്ടർ ഇത് തന്നെ പറയും. ഞാൻ എന്ത് ചെയ്യാനാണ്? പത്രം ഞാനും വായിച്ചു, TV-യിൽ ഞാനും കണ്ടു. ബട്ട് നിങ്ങൾക്ക് കാശ് തരാനായിട്ട് എന്നോടാരും പറഞ്ഞിട്ടില്ല. പിന്നെ തിരുവനന്തപുരത്ത് പോകണം. തിരുവനന്തപുരത്ത് പോയി മന്ത്രിക്ക് പരാതി കൊടുത്ത്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത്, അങ്ങനെ ഇങ്ങനെ
നടക്കും എന്നുള്ളതല്ലാതെ ഈ കാശ് അയാൾക്ക് കിട്ടില്ല. ഇനി എനിക്ക് കാശ് തന്നില്ലേ എന്ന് പറഞ്ഞാൽ അയാൾ കരഞ്ഞ് നടന്നാൽ അത് കാണിക്കാൻ TV ചാനലും ഉണ്ടാവില്ല. കാരണം അവരെ സമയത്തോളം അടുത്ത പള്ളിക്കൂട് ഉരുണ്ട് വീടും ഞാൻ അങ്ങോട്ട് കൊടുക്കണം. അവരുടെ കുറ്റമല്ല, ഫ്രഷ് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ ഈ പറഞ്ഞ ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ അന്ന് ഏത് മന്ത്രിയാണോ എന്ന് വെച്ചാൽ അയാൾ അനൗൺസ് ചെയ്തതാണ്. ഇപ്പോൾ ഈ 19 വർഷത്തിനിടയ്ക്ക് സകലമാന മന്ത്രിസഭയും വന്നും പോയി കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ. എല്ലാ കക്ഷികളും അധികാരത്തിൽ ഒരു തവണയെങ്കിലും വന്നിട്ട് പോയി. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ ജിഹാദ് നടത്താൻ വേണ്ടി ആളുകളെ കൊല്ലണം എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് ഇതൊരു പ്രചോദനമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാം, വധശിക്ഷയൊന്നും കിട്ടരുത്, കുറച്ചു കാലം ജയിലിൽ കിടക്കണം, അത്രയേ ഉള്ളൂ. അല്ല, കുറച്ചു കാലം ജയിലിൽ കിടക്കുന്നതും അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അവർക്ക് പ്രചോദനം വേറെ ചില കാര്യങ്ങളാണ്, ഇതൊന്നുമല്ല. കേസ് തള്ളിപ്പോയി അതുകൊണ്ട് നമുക്കിനിയും ചെയ്യാം എന്നുള്ളതൊന്നുമല്ല. ഇവരെ എല്ലാവരെയും കൂടെ ഇതിനകത്ത് സകല പ്രതിയെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പോലും പുതിയ ആളുകൾ, കാരണം അവരുടെ ഒരു സിദ്ധാന്തം അനുസരിച്ചാണല്ലോ അവർ ചെയ്യുന്നത്, ഒരു കോസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇങ്ങനെ ലൂസായി പോയാലുള്ള അവസ്ഥയും കൂടി ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സുഖമായി കാര്യങ്ങൾ നടക്കും. കഴിഞ്ഞ തവണ ഒരു ഞെട്ടലുണ്ടായില്ല എല്ലാവർക്കും. പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടനയല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അത് സത്യമാണ്. ഞാനത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഭീകര സംഘടനയാണെങ്കിൽ അങ്ങനെ നോട്ടിഫൈ ചെയ്തിട്ട് UAPA ആക്ടിൻ്റെ ഷെഡ്യൂളിൽ പേര് ചേർക്കണം, എങ്കിലേ ഭീകര സംഘടനയാവുള്ളൂ. നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് അൺലോഫുൾ ആക്ടിവിറ്റീസിന് കാരണം 5 വർഷത്തേക്ക് നിരോധിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതി ചട്ടമനുസരിച്ച് പറഞ്ഞു, ഇവരെങ്ങനെ നിങ്ങളെങ്ങനെ ഈ ഒരു ടെററിസ്റ്റ് എന്ന് വിളിക്കുന്നത്? ടെററിസ്റ്റ് ഓർഗനൈസേഷനല്ല. അല്ല സാർ, അവർ ടെററിസ്റ്റ് പ്രവൃത്തി ചെയ്തു. അങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളുടെ ഷെഡ്യൂൾ അവരുടെ പേരില്ലാത്തത് എന്താ സംഘടനയുടെ? ശരിയല്ലേ? ഇത് മാത്രം പറഞ്ഞ് 1 വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അതെ, ഇപ്പോഴും അത് തന്നെ സ്റ്റാറ്റസ്. ഇപ്പോൾ സ്റ്റാറ്റസ് അത് തന്നെയാണ്. ആൻഡ് യു സ്പീക്ക് സോ മച്ച് അബൌട്ട് തീവ്രവാദം അത് ഇതെന്നൊക്കെ പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.